ഹലോ മാഡം, ഹൈവേ പോലീസിനെ വെച്ച് ഞങ്ങളാണ് ഇപ്പൊ വണ്ടി പിടിപ്പിച്ചത്. എന്ത് ഹൈവേ പോലീസിനെ വെച്ച് ഞങ്ങളാണ് ഇപ്പൊ വണ്ടി പിടിപ്പിച്ചത്. പോടാ നാറി വെച്ചിട്ട് പോടാ വണ്ടി. ഹലോ ഹലോ എന്താണ് മാഡം ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ നാളെ കംപ്ലൈന്റ് കൊടുക്കും. എന്നെ അടിച്ചിട്ട് തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാഡം പറഞ്ഞ തെറി വിളിച്ചില്ലേ, ഞാൻ റെക്കോർഡ്. അങ്കമാലി വെച്ച് മുമ്പേ ഒരു പഴയ ഒരു പൈസ കേസിൽ തമിഴന്മാരുമായിട്ട് റോട്ടിൽ വെച്ച് സംസാരം ഉണ്ടായി. അപ്പോഴേ ഒന്നും വാക്ക് തർക്കങ്ങളൊക്കെ ആയപ്പം പോലീസ് വന്നായിരുന്നു. വന്ന് ജിബി കയറ്റി എന്നെ കൊണ്ടുപോയി, അവരെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായിരുന്നു, ക്രിസ്റ്റ. അതും കൂടെ കൊണ്ട് നേരെ സ്റ്റേഷനിൽ പോയായിരുന്നു. പോയി അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സി എ വന്നായിരുന്നു. സി എ വന്ന് നേരെ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറക്കി ബാക്ക് വഴി വേറൊരു റൂമിനകത്ത് കൊണ്ടുപോയി. ഒന്നും പറയാതെ ഇടിക്കുകയാണ്. ഇടിച്ച് നശിപ്പിച്ച് മുതുകത്ത് ശരീരം ഫുള്ള് ഇടിച്ച് അവസാനം കിടത്തിയിട്ട് പുള്ളി ചവിട്ടി, ഇവിടെയൊക്കെ ചവിട്ടി. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി 2 വിരൽ പിടിച്ച് തിരിച്ച് കയ്യങ്ങ് ഇതായി, ചെറിയ ഇതുണ്ട്, നീരും ഇതൊക്കെ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേസ് ആശുപത്രിക്കാർ കേസ് എടുത്തായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പം സ്റ്റേഷനിൽ വരണം, സി ഐ സാറിനെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനിപ്പോൾ വരാൻ പറ്റില്ല, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ഇല്ല, വന്നേ പറ്റൂ, ഇല്ലേ വീട്ടിൽ കയറി എടുക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറയാം എന്നാൽ ശരി, നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രിയായപ്പം ഒരു ലേഡി വിളിക്കുക, പോലീസ് എന്ന് പറഞ്ഞു. ആ ലേഡി വിളിച്ചിട്ട് നിങ്ങളെന്ന് പിടിച്ച വണ്ടി വേറെ താക്കോലിട്ട് എടുത്തിട്ടുണ്ട്, ആ വണ്ടി ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചില്ലെങ്കിൽ നിൻ്റെ പേരിൽ കേസാക്കും എന്ന് പറഞ്ഞു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. മാഡം പറ മാഡം. ആ വണ്ടി എടുത്തോണ്ട് പോയതാരാ? ഏത് വണ്ടി? ഇന്നോവ. ഇന്നോവ എടുത്തില്ലല്ലോ. എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. വണ്ടി സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. എടുത്തവന്റെ അടുത്ത് ഇവിടെ തിരിച്ച് വണ്ടി കൊണ്ടുവന്നിട്ടാ പറയാം. വണ്ടിയെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ലെങ്കിൽ വണ്ടി ആരുടെയാണെന്ന് നിനക്കറിയാലോ. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ആരുടെയാ ഉള്ളത്? എനിക്ക് സുഖമില്ല, ഞാൻ വീട്ടിൽ കിടക്കാം. എന്താണെന്ന് വെച്ചാലും വണ്ടി തിരിച്ചുകൊണ്ട് വരാൻ പറ, അല്ലെങ്കിൽ അടുത്ത മോഷണത്തിന് കേസ് വീട്ടിൽ വന്ന് നിന്നെ ഉൾപ്പെടെ കൊണ്ടുവരികയും ചെയ്യും. സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഞാൻ വീട്ടിലാണ്, എനിക്ക് സുഖമില്ല കിടക്കുകയാണ്, ഞാനങ്ങനെ വണ്ടി വന്നെടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ഓൾറെഡി വേറൊരു GPS വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോലീസിന് സഹായം പറഞ്ഞു കൊടുത്ത്, ഇന്നടത്ത വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മാഡം എങ്ങനെയല്ലേ എടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് മാഡം തെറിയ വിളിക്കണേ, വീട്ടിൽ കയറി എടുക്കും, പട്ടി തെണ്ടി, ഒരു പോലീസ് ഓഫീസറാണ് തെറി വിളിക്കണേ. വിളിച്ച് നിന്നെ കാണിച്ചു തരാം, നിന്നെ ഇന്ന് രാത്രി വീട്ടിനകത്ത് എടുക്കും, അടുത്ത കേസ് നിൻ്റെ തലയിൽ വെച്ച് തരും, നീ ഇനി പുറലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി. എന്നെ ഭയങ്കര ഇത് ചെയ്ത്, എന്താ പറയുക, അത്രയും മോശമായിരുന്നു സ്റ്റേഷനിലെ പ്രവൃത്തിയും ഇതും. അപ്പോൾ എൻ്റെ നിന്ന് പിടിച്ചെടുത്ത വണ്ടിയുണ്ട്, ക്രിസ്റ്റ. ആ വണ്ടി എൻ്റെ നിന്ന് സ്റ്റേഷനിൽ പിടിച്ചു വന്നിട്ടിട്ട് എന്നെ പറഞ്ഞു വിട്ട്. രാത്രിയാണ് എന്നെ ഇറക്കി വിടണം. ചെറിയ വകുപ്പ് ഇട്ടിട്ടാണ് എന്നെ പറഞ്ഞു വിടണത്. അത് കഴിഞ്ഞിട്ട് വണ്ടി അവിടെ നിന്ന് മിസ്സിങ് ആയ സമയത്ത് വണ്ടിയുടെ ഓണറാണ് വണ്ടി വന്നെടുത്തത് എന്നാണ് പറഞ്ഞത്, ലേഡി പറഞ്ഞത്. പക്ഷെ ഞങ്ങളല്ല, ആ വണ്ടിയിൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ആ വണ്ടി ലീസിനെടുത്തതാണ് ക്രിസ്റ്റ. അത് കഴിഞ്ഞ് വണ്ടി ഓണർ വന്ന് പോലീസ് സ്റ്റേഷനകത്ത് കയറി വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നാണ് ഒരു ലേഡി മാഡം എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പം ഓൾറെഡി ആ വണ്ടിക്കകത്തൊരു GPS വെച്ചിട്ടുണ്ടായിരുന്നു. ആ GPS വഴി ഞാൻ ഈ മാഡത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇന്നടത്ത് വണ്ടി എത്തി, ഇന്ന റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടി പിടിച്ചു. വണ്ടി വേറെ ഹൈവേ പോലീസ് പിടിച്ചെന്നാണ് അറിഞ്ഞത്. പിടിച്ച് വണ്ടി സ്റ്റേഷനിലെത്തിയെന്ന് പറഞ്ഞ്. എന്നിട്ട് ഈ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഞാൻ വീട്ടിലാണ്. ഞാൻ ഏതൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഒന്നിനുമില്ല. ചുമ്മാ എന്നെ വിളിച്ചിട്ട് എന്നെ തെറി വിളിച്ചായിരുന്നു, മോശമായിട്ടുള്ള ഇതാ പറഞ്ഞത്. പിന്നെ എന്നെ ഇടിക്കണ സമയത്ത് ആദ്യം ബാക്ക് റൂമിൽ വെച്ചാണ് എന്നെ ഇടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ക്യാമറ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ക്യാമറ തിരിച്ചു വെച്ചിട്ടാണ് എന്നെ മർദ്ദിച്ചത്. നല്ല രീതിയിൽ മർദ്ദിച്ചായിരുന്നു. ഇപ്പം എന്നെ ഒരു ഇന്നലെ തൊട്ട് എന്നെ പോലീസ് വിളിക്കുകയാണ് ഫോണിൽ. സൗമ്യമായ രീതിയിലാണ് വിളിക്കണേ. CA സാറിനെ കാണണം, സ്റ്റേഷൻ വരെ വരുമോ എന്ന് പറഞ്ഞാൽ വിളിക്കണം, അല്ലെങ്കിൽ വീട്ടിലോട്ട് ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വിളിക്കണേ. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് സുഖമില്ല,
എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റിനെ കണ്ട് ആ രീതിയിൽ പോകുന്നതാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ എന്നെ ലാസ്റ്റ് വിളിച്ച് പറഞ്ഞ ഒരു ലേഡി മാഡം വിളിച്ച് പറഞ്ഞ് എന്നെ അകത്താക്കും, വേറെ കള്ളക്കേസ് കൊടുത്ത് എന്നെ അകത്താക്കും, എന്നെ ഇനി പുറലോകം കാണിക്കില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേളിൽ കംപ്ലയിൻ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത്. ഹലോ മാഡം, ഹൈവേ പോലീസിനെ വെച്ച് ഞങ്ങളാണ് ഇപ്പൊ വണ്ടി പിടിപ്പിച്ചത്. എന്ത് ഹൈവേ പോലീസിനെ വെച്ച് ഞങ്ങളാണ് ഇപ്പൊ വണ്ടി പിടിപ്പിച്ചത്. ഫോണാ നാറി വെച്ചിട്ട് വേണം വണ്ടി. ഹലോ ഹലോ എന്താ മാഡം ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ നാളെ കംപ്ലൈന്റ് കൊടുക്കും. എന്നെ അടിച്ചിട്ട് തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാഡം പറഞ്ഞ തെറി വിളിച്ചില്ലേ, ഞാൻ റെക്കോർഡ്. ഹലോ നീ ഇനി എന്നെ വിളിച്ച് അല്ല മാഡം, മാഡം എന്നെ ഇപ്പൊ ചീത്ത വിളിച്ചെന്തിനാണ്? മാഡം ഞാൻ ഫോൺ വെക്കാൻ മാഡം വീട്ടിൽ കിടക്കണ എന്നെ എന്തിനാണ് ചീത്ത വിളിച്ചത്? എടാ നീ എന്നെ ഇങ്ങോട്ടല്ലേ വിളിച്ചത്? അവസാനം വരെ എന്റെ റെക്കോർഡാ നശിപ്പിച്ചിട്ട് ഞാൻ എല്ലാം കൊണ്ട് നാളെ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. എവിടെങ്കിലും കംപ്ലൈന്റ് കൊടുത്തോളാം. എന്നെ ചീത്ത വിളിച്ചില്ലേ, ഇതൊക്കെ ഞാൻ തെളിവാക്കി കൊടുത്തോളാം. ആയിക്കോട്ടെ, നീ കൊടുത്തോ. ആ ശരി.